സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനു എന്ന യുവാവാണ് കാട്ടാന ആക്രമണത്തിൽ ഏറ്റവും ഒടുവിൽ മരിച്ചിരിക്കുന്നത്. കമൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കമൽ, സ്ഥലത്തെ സ്ഥിതി എന്താണ്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കം എന്താണ്? വിശദാംശങ്ങൾ പറയൂ. ഈ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടേ ഉള്ളൂ. കാരണം ഇന്നലെ വൈകിട്ട് സംഭവം ഉണ്ടായെങ്കിലും ഇന്ന് രാവിലെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഈ കാപ്പാട് ഉന്നതിയിലെ മനു ഇന്നലെ കടയിൽ പോയി സാധനങ്ങൾ മടങ്ങി വരുമ്പോൾ കാട്ടാന ആക്രമിച്ചു എന്നാണ് പറയുന്നത്. കാട്ടാന മനുവിനെ എടുത്തെറിയുകയായിരുന്നു. അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. മൃതദേഹം അവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ തുടങ്ങുന്നതേയുള്ളൂ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി സുൽത്താൻ ബത്തേരിയിലേക്ക് നീക്കുക. ഈ നൂൽപ്പുഴ പഞ്ചായത്ത് തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ്. അതിൽ തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം അതിർത്തി മേഖലയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു വയൽ പ്രദേശത്താണ് മനുവിന്റെ മൃതദേഹം കിടക്കുന്നത്. മോത്തി കമൽ, എന്തുകൊണ്ടാണ് ഇന്നലെ സംഭവിച്ചത് പുറത്തേക്ക് അറിയാൻ ഇത്രയും വൈകിയത്? എന്തായിരിക്കാം? വനമേഖലയാണ്, അധികം ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയല്ല. വനത്തോട് ചേർന്ന് കിടക്കുന്ന ആദിവാസി ഉന്നതിയാണ്. അവിടെ ആയതുകൊണ്ട് തന്നെ രാത്രി ഈ മനുവിനെ കാണാതായി എങ്കിൽ കൂടി ഇന്ന് രാവിലെയാണ് ഈ മൃതദേഹം ഉൾപ്പെടെ കണ്ടെത്തുന്നതും വനപാലകരൊക്കെ സ്ഥലത്തെത്തുന്നതും. എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. കാരണം വയനാട്ടിൽ അടിക്കടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഒരാഴ്ച മുൻപാണ് കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്.